ഭുവനാന്ത്യ പ്രളയം കഴിവോളം. ഈ ഭുവനാന്ത്യ പ്രളയം എന്താണ്? നമ്മൾ 2018 പ്രളയം കണ്ടിട്ടുള്ളൂ. നമ്മുടെ പൂർവികർ കൊല്ലവർഷം 1100 പ്രളയം കണ്ടിട്ടുണ്ട്. ഈ ഭുവനാന്ത്യ പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഭൂമി അവസാനിക്കുന്ന ഘട്ടം, ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന ഘട്ടം. ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരു കൽപ്പമാണ്. ഈ ഒരു കൽപ്പം എത്രയാണെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. കർക്കിടകത്തിൽ ദക്ഷിണായനം മുതൽ രാത്രിയാണ്, ഉത്തരായനം മകരമാസത്തിൽ തുടങ്ങും, മകരസംക്രാന്തിക്ക് അത് പകലുമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ 360 വർഷം കഴിയുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു വർഷമാകുന്നത്. അപ്പോൾ ഒരു ദേവവർഷം എന്ന് പറയുന്നത് 360 മനുഷ്യൻ്റെ വർഷമാണ്. മനുഷ്യൻ 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ദേവന്മാർക്ക് അത് 3 മാസത്തെ ആയുസ് പോലെയാണ്. 90 വയസ്സ് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ദേവന്മാർക്ക് നോക്കുമ്പോൾ 3 മാസമേ ഉള്ളത്. അങ്ങനെ 360 വർഷമാണ് ദേവന്മാർക്ക് ഒരു വർഷം. അങ്ങനത്തെ 1200 വർഷമാണ് കലിയുഗം. കലിയുഗം ഇന്ന് 1200 വർഷം എന്ന് വെച്ചാൽ 1200 ഗുണം 360 നമ്മുടെ മനുഷ്യവർഷത്തിലെടുക്കുകയാണ്. അപ്പം 4,32,000 വർഷം വരും. ഇതിപ്പം 5200 കലിവർഷം, ഏകദേശം 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. 5200 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. 4,32,000 എത്തണമെങ്കിൽ ഇനി 4,27,000 വർഷം കൂടി ഇനിയും കഴിയണം കലിയുഗം കഴിയാൻ. നമ്മളാരും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്, പക്ഷേ നമ്മുടെ എല്ലാം ആത്മാവ് അന്നും ഉണ്ടാവും. അതിൻ്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം. 2 അവതാരങ്ങളുണ്ടായ സമയം, 2 പാദങ്ങളുള്ള സമയം. അത് 1200 ഇരട്ടിയാവും. 2400 ദ്വാപരയുഗത്തിൽ. ത്രേതായുഗം 3. അത് വീണ്ടും 1200 3600 ദേവവർഷമാണ്. ആദ്യത്തെ യുഗം ഹൃദയയുഗം, അത് 4800 വർഷമാണ്. 4 പാദമുണ്ട്. ഈ 4 പാദത്തിലും അന്ന് ധർമ്മം മാത്രമായിരുന്നു. പിന്നീടോ ത്രേതായുഗത്തിൽ 3 പാദമേ ധർമ്മമുണ്ടായിരുന്നുള്ളൂ. ദ്വാപരയുഗത്തിൽ 2 പാദമേ ധർമ്മമുള്ളൂ. കലിയുഗത്തിൽ 1 പാദമേ ധർമ്മമുള്ളൂ. ഈ 12,000 വർഷങ്ങളാണ്, ദേവവർഷമാണ് ഒരു ചതുർയുഗം. അങ്ങനത്തെ 71 എണ്ണമാണ് ഒരു മന്വന്തരം. അതങ്ങനത്തെ 14 എണ്ണം കൂടുമ്പോഴാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലൊരു ഏകദേശ കണക്ക് പറയാം. 430 കോടി വർഷം, അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അതാണ് കൽപ്പാന്ത കാലത്തോളം എന്ന് പറയുന്നത്. കൽപ്പം എന്ന് പറയുന്നതാണ്.